ഹായ് ഹലോ നമസ്കാരം. കാന്താരി മുളകിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വേറെ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ഇന്ന് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2 തരത്തിലുള്ള ചമ്മന്തിയാണ്. പഴയ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ചട്നി പൗഡറിനെ കുറിച്ച്, അതായത് ചമ്മന്തി പൊടിയെക്കുറിച്ച്. ഉണ്ടാക്കി വെച്ചിട്ട് ഏറെ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ചമ്മന്തിയെക്കുറിച്ച്. നിങ്ങളത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, 2 തരത്തിലുള്ള ചമ്മന്തി പറഞ്ഞല്ലോ. ഒന്ന് മാങ്ങ ചമ്മന്തിയും, രണ്ടാമത്തെ ഞാൻ പറയാം. എന്തായാലും നമുക്ക് ഇത് കഴിയട്ടെ, കണ്ടു നോക്കാം. ഓക്കെ, കം ഓൺ ലെറ്റ്സ് സ്റ്റാർട്ട് ദെൻ. മാങ്ങ ചമ്മന്തിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 പച്ചമാങ്ങയാണ്. ഇതുപോലെ അരിഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ മുളക് പൊടി എടുത്തിരിക്കുന്നത് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലയാണ്, നിലക്കടല ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ വലിയ ഒരു സവാള അരിഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ പാകത്തിന് ഉപ്പെടുക്കാം. സാധനങ്ങൾ ഇതിന് വേണ്ടുള്ളൂ. വളരെ സിമ്പിളാണ്, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ആദ്യമായി ജാറിലോട്ട് പറഞ്ഞ നിലക്കടല ഇട്ടിട്ടുണ്ട്. പിന്നീട് ജീരകം അതിലോട്ടിടുക. പിന്നീട് മുളക് പൊടി ശ്രദ്ധിക്കാം, മുളക് പൊടി ആവശ്യത്തിന് എടുക്കാം, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ആദ്യം ഈ ഒരു ചേരുവ നമുക്ക് പൊടിച്ചെടുക്കാം. ഓക്കെ, പൊടിച്ചു കഴിഞ്ഞു. അതേ ജാറിൽ തന്നെ നമ്മൾ മാങ്ങ ഇടാം. അത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അരിഞ്ഞിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായി. ശേഷം അതേ ജാറിൽ തന്നെ സവോള, ഒപ്പം തന്നെ ഉപ്പും, പാകത്തിന് ഉപ്പ് അതിലോട്ടിട്ട് അരച്ചെടുക്കാം. സവോള നന്നായി പേസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. അരച്ച് കഴിഞ്ഞു. ഞാനത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു രൂപത്തിൽ ആയിരിക്കണം അരച്ചെടുക്കേണ്ടത്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റായിരിക്കും. കടലയുടെയും മാങ്ങയുടെയും പച്ചമാങ്ങയുടെയും പിന്നെ എരിവും എല്ലാം കൂടി നല്ലൊരു ഒരു ടേസ്റ്റായിരിക്കും. എന്തായാലും നിങ്ങളിതും ചെയ്ത് നോക്കുക വീട്ടിൽ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്ത ഒരു ചമ്മന്തിയും കൂടിയും അടുത്തൊരു ചട്നിയും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. 15-20 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ എണ്ണ, മല്ലിയില, ഒരു വെളുത്തുള്ളി പകുതി, ചെറുനാരങ്ങ പകുതി, ഉപ്പ് പാകത്തിന്, കരിവേപ്പില. ആദ്യം പാൻ വെച്ചതിന് ശേഷം, പാൻ ചൂടാക്കിയതിന് ശേഷം പച്ചമുളക് ഇടുന്നു. പച്ചമുളക് ഇടുക, ചൂടാക്കാം. ഒരു ഇത്തിരി ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, മുളക് ഒന്ന് നടു കീറി കൊടുക്കുക. നടു ഒന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നത് നല്ലതാണ്. പൊട്ടിത്തെറിക്കാതിരിക്കാൻ, എണ്ണയിൽ ചൂടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് കരിവേപ്പില ഇടാം. ചെറിയ
ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ചൂടിൽ തന്നെ മല്ലിയില അതിലോട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ, ആ ചൂടിൽ തന്നെ അത് ചെയ്താൽ മതി. ഈ വഴറ്റി വെച്ച പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടിയിട്ട് ജാറിലോട്ട് മാറ്റി ജാറിലോട്ട് ഇടാം. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇത് അരച്ചെടുക്കാൻ നന്നായി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പരുവത്തിൽ അരച്ചെടുത്തതാണ്, മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. ഇനി ഇതിനൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് നാളികേരം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്കത് എടുത്തു വയ്ക്കാൻ കഴിയില്ല. ഇതാണെങ്കിൽ നാളികേരം ചേർക്കാത്തത് കൊണ്ട് എനിക്കത് 4-5 ദിവസത്തേക്ക് എനിക്ക് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുക, എടുത്തു വയ്ക്കാൻ കേടുവരില്ല. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് എണ്ണ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് 4-5 ദിവസത്തേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം, ഒരു കേടും വരില്ല. അതേ സ്ഥാനത്ത് നാളികേരം കൂടി അരച്ച് ചേർക്കുകയാണെങ്കിൽ അത് അന്ന് തന്നെ അത് യൂസ് ചെയ്യണം, അന്ന് തന്നെ നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കേടുവരും. എല്ലാം പാകമായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചമ്മന്തി, മുളക് ചമ്മന്തി. നല്ല ടേസ്റ്റാണ്, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഗ്രീൻ ചില്ലി ചമ്മന്തി. കാരണം ഇതിന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും മേടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. മല്ലിയിലയും കരിവേപ്പിലയും മുളകും ചെറുനാരങ്ങയും വെളുത്തുള്ളി പിന്നെ എണ്ണയും പാകത്തിന് ഉപ്പും, ഇത്രയും ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചമ്മന്തി പോലെയല്ല. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. കാരണം ഇത് ഏറെ നാൾ ഉണ്ടാക്കി എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് എഴുതി അറിയിക്കുക. വളരെ സിമ്പിളായ ഈ 2 ചമ്മന്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. ഇന്നേക്ക് ഇത്ര മാത്രം. അടുത്തൊരു കിടിലൻ ഡിഷുമായി ഉടനെ എത്താം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. If you like my video, please do subscribe, like, share, comment and press the bell icon for notification.